ഹായ് ഗൈസ്, മറ്റവർ എന്തുണ്ട് വിശേഷം? രാവിലെ തന്നെ എണീച്ച് ഞാനും ഉണ്ണിയനും കൂടെ നേരെ ബാങ്കിൽ വന്നിരിക്കുകയാണ്. കാണാൻ ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉണ്ണിയൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോ ചെന്ന് ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം അങ്ങനെ ഞാനും എൻ്റെ പയ്യന്മാരും കൂടെ ചേർന്ന് ഓരോ വീട്ടിൽ ഇരുന്ന കലവും ചെട്ടിയൊക്കെ പറക്കി ആക്രിക്കടലിൽ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. കാരണം നമ്മളെ ആവശ്യങ്ങളെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണമെന്നാണല്ലോ. അങ്ങനെ വീട്ടിലിരുന്ന ആക്രി സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് ആക്രിക്കടയിൽ കൊടുത്ത് അവിടെ നിന്ന് പൈസ വാങ്ങി നേരെ ഞാനും നമ്മുടെ പയ്യന്മാരും കൂടെ നേരെ ഷവർമ അടിക്കാനായിട്ട് പോയി. എങ്ങോട്ടെന്നല്ലേ, വർക്കലയിലേക്ക്. അവിടെ ചെന്ന് ഓരോ ഷവർമയും പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഞാനും നമ്മുടെ അമ്മയും കൂടെ ചേർന്ന് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. കാരണം ചേച്ചിയുടെ വീട്ടിലോട്ടെ പോകുന്ന വഴിയിൽ നമ്മൾ നേരെ ഞാനും അമ്മയും കൂടെ ഒരു സർബത്ത് അങ്ങ് കുടിച്ചാന്ന് വെച്ചു. അങ്ങനെ ഒരു സർബത്ത് അങ്ങനെ ഞാനും അമ്മയും കൂടെ നേരെ ചേച്ചിയുടെ വീട്ടിൽ, ഇതാണ് എൻ്റെ ചേച്ചി. അവിടെ ചെന്നപ്പോഴാണ് നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ വിശന്ന് തളർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ഡൈനിങ് ടേബിളിലോട്ട് ചെന്നങ്ങായിരുന്നു. അവളുണ്ടാക്കിയ ബിരിയാണി അല്ലേ കഴിക്കാമെന്ന് ചോദിച്ചു. ഗൈസ്, ഇതാണ് എൻ്റെ അളിയൻ. അങ്ങനെ ഞാനും അളിയനും എല്ലാം കൂടെ ചേർന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അവളുടെ ഫോട്ടോ ഈ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് നമ്മളുടെ ബസ് കാണാനായിട്ടൊരു കുട്ടി ആരാധകൻ വന്നത്. അങ്ങനെ ഞാനും നമ്മുടെ ചേട്ടനും കൂടെ രാത്രി അങ്ങനെ വന്ന് ബസ്സൊക്കെ തുറന്ന് സെറ്റ് ചെയ്തിട്ട് പയ്യനെ ഒന്ന് ഹാപ്പി ആക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.